ലബനൻ അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ 40-ലധികം പേർക്ക് പരിക്കേറ്റു. ഈ ഹമാസിന്റെ ആക്രമണം കാരണം. മാത്രമല്ല കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ 3 മെർക്കാവ ടാങ്കുകൾ നശിപ്പിക്കപ്പെട്ടു. 7 സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഇസ്രായേൽ ഔട്ട്പോസ്റ്റ് ലക്ഷ്യമാക്കി ഹിസ്ബുള്ള അവരുടെ പീരങ്കി ആക്രമണത്തിലൂടെ നശിപ്പിച്ചു. എത്ര ഇസ്രായേൽ സൈനികരെ ഇത് ബാധിച്ചു? എത്ര പേരുടെ നില ഗുരുതരം? ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ ഔട്ട്പോസ്റ്റ് ആക്രമണത്തിന്റെ എല്ലാ വീഡിയോ ദൃശ്യങ്ങളും ഹിസ്ബുള്ള പ്രസിദ്ധീകരിച്ചു. തീർച്ചയായും ലബനൻ ഭാഗത്ത് ഇസ്രായേലിന് ഒരു വലിയ പ്രശ്നം ഇപ്പൊ കാത്തിരിക്കുകയാണ്. കൂടാതെ ഹൂത്തികൾ ഹിസ്ബുള്ളയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയെന്ന് മാത്രമല്ല, ഇസ്രായേൽ പോസ്റ്റുകൾ ആക്രമിക്കാൻ ആവശ്യമായ മിസൈലുകളും ഹിസ്ബുള്ളയ്ക്ക് അവർ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം വിശദമായി ഈ വീഡിയോയിലൂടെ കാണാം. ഗാസയിൽ ഇന്ന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 9 പേർ ഒരേ കുടുംബത്തിലുള്ളവരാണ്. ഗാസയിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത്. ഖാൻ യൂനിസ് മേഖലയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയും ഹമാസും തമ്മിൽ വലിയൊരു പോരാട്ടമാണ് നടക്കുന്നത്. ഇതിൽ 44 സൈനികരെ ആക്രമിച്ചുവെന്ന് ഹമാസ് തന്നെ അറിയിച്ചു. ഒരു വശത്ത് ഇസ്രായേൽ വ്യോമാക്രമണം മൂലം ഒരുപാട് പേരെ കൊല്ലുന്നു. അതേസമയം ഗാസയിലെ ഹമാസും ഞങ്ങളെ കൊണ്ടും ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരെ കൊല്ലാൻ സാധിക്കും, സ്ഥിരമായ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ നമുക്കും അത്തരം മരണങ്ങൾ സൃഷ്ടിക്കാം എന്ന രീതിയിൽ ഇസ്രായേലിന് ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനാജനകമായ കാര്യം തന്നെയാണ്. ലബനൻ അതിർത്തിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഗാസയിൽ മെർക്കാവ ടാങ്ക്, ലബനൻ അതിർത്തിയിൽ 2 മെർക്കാവ ടാങ്ക്, മൊത്തത്തിൽ ഇസ്രായേലിന്റെ 3 ടാങ്കുകൾ അവർക്ക് നഷ്ടമായി. ഇതിൽ ഹെസ്ബുള്ള 2 ടാങ്കുകളെ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ചും മൈൻ വഴി 1 ടാങ്ക് പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. ഈ ഹമാസ് സംഘടന ഇസ്രായേലിന് വലിയൊരു പ്രശ്നമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഹൂത്തികൾ ഒരു വീഡിയോ പുറത്തുവിട്ടു. ഹൈഫ തുറമുഖം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ്. ധാരാളം ലോജിസ്റ്റിക്സ് മൂവ്മെന്റ്സ് ഉണ്ട്. ഇസ്രായേലിലേക്ക് ധാരാളം ആയുധങ്ങൾ വരുന്നതിൽ ഈ ഹൈഫ തുറമുഖത്തിന് വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. ലബനിലെ ഹിസ്ബുള്ളയ്ക്ക് ഈ ഹൈഫ തുറമുഖം ഒരു പ്രധാന ലക്ഷ്യമായിരിക്കും. അതനുസരിച്ച് അവർ ഒരുപാട് വീഡിയോസും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഹൈഫ തുറമുഖത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനം എവിടെയെല്ലാം ഉണ്ട്. പ്രധാനമായും ഇസ്രായേലിന്റെ അയൺ ഡോം എവിടെയാണുള്ളത്, അയൺ ഡോമിന്റെ റഡാർ സ്റ്റേഷൻ എവിടെയാണ്, ഇങ്ങനെ ഹിസ്ബുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോ എടുത്ത് അത് വിശകലനം ചെയ്തിട്ടുണ്ട്. ഈ ഹൈഫ തുറമുഖത്തിന് നേരെ ഹിസ്ബുള്ളയുടെ ആയുധപുരയിലെ മിസൈലുകൾ അയക്കാൻ അവർ തയ്യാറാവുകയാണ്. ഹൂത്തികൾ ഈ സമയം പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്? എനിക്ക് ഇതിനകം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട്, മാത്രമല്ല എനിക്ക് ഹൈപ്പർസോണിക് മിസൈലുകളുമുണ്ട്. അത് ഞാൻ ഈ ലോകത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് മിസൈലുകൾ നൽകാം, അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് നൽകിയാൽ മാത്രം മതി. എനിക്ക് കോർഡിനേറ്റുകൾ നൽകിയാൽ ഞങ്ങൾക്ക് തുറമുഖത്തിനെതിരെ ആക്രമണം നടത്താൻ സാധിക്കും. ഇങ്ങനെ ലബനിലെ ഹിസ്ബുള്ളയും ഇവരും ചേർന്ന് തുറമുഖത്തിന് നേരെ എങ്ങനെ ആക്രമണം നടത്തും, ഏതൊക്കെ മിസൈലുകൾ അവർ ഉപയോഗിക്കും, ഇതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായ വീഡിയോ ദൃശ്യമാണ് പുറത്തുവിട്ടത്. കൂടാതെ 7 ഔട്ട്പോസ്റ്റുകളിൽ 7 പീരങ്കി ആക്രമണം നടത്തി. 7 ഔട്ട്പോസ്റ്റുകൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഹിസ്ബുള്ള ആ വീഡിയോയ്ക്ക് താഴെയായി ഔദ്യോഗികമായി അവകാശപ്പെട്ടു. എന്നാൽ ഇതിനെക്കുറിച്ച് ഇതുവരെയും ഇസ്രായേൽ സംസാരിച്ചിട്ടില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ 24 മണിക്കൂറിൽ ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ പല പ്രധാന മേഖലകളിലും ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ ഓരോ ദിവസവും 1 മണിക്കൂർ ഇടവിട്ട് 7 മുതൽ 8 മിസൈൽ ആക്രമണങ്ങൾ ലബനൻ അതിർത്തിയിൽ നിന്നും ഇസ്രായേലിലേക്ക് നടക്കുന്നുണ്ട്. പലയിടത്തും ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നത്. ചില പ്രധാന സ്ഥലങ്ങൾ ഫസൂദ്, നഹാരിയ, ഷെലോമിയ, അതാമിറ്റ്, ഷാദിയ, സാരിദ്, ബാര, ഹൽമത്ത്, ഹമിദ, ഈ പ്രദേശങ്ങൾ ഇസ്രായേൽ ലബനൻ അതിർത്തിയിലാണുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഈ പ്രദേശങ്ങൾ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് ഇരയായി. ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ഒരു യുദ്ധമേഖലയിൽ എങ്ങനെ യുദ്ധം ചെയ്യാം എന്ന് ഇസ്രായേൽ സൈന്യം പരിശീലിക്കുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ഇങ്ങനെ കൂടുതലുള്ള സ്ഥലങ്ങളെയാണ് ഹിസ്ബുള്ള ഇപ്പോൾ ആക്രമിക്കുന്നത്. ഇതിലൂടെ ഒരു കാര്യം അവർ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം എത്ര സ്ഥലങ്ങളിൽ എത്ര പേർ വന്നാലും ഞങ്ങൾക്ക് ആക്രമണം നടത്താൻ കഴിയുമെന്ന് അവർ കാണിക്കുന്നു. എത്ര സ്ഥലങ്ങൾ വേണമെങ്കിലും ആക്രമിക്കാനുള്ള എല്ലാ ആയുധങ്ങളും തങ്ങളുടെ പക്കലുണ്ടെന്ന് അവർ കാണിക്കുന്നു. മാത്രമല്ല, ലബനൻ യുദ്ധം ഒഴിവാക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇസ്രായേലിനോട് ഉപദേശിച്ചിട്ടുണ്ട്. ലബനൻ യുദ്ധം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ലബനനും ഇസ്രായേലിനും അത് വലിയ പ്രശ്നം നേരിടേണ്ടി വരും. ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ ഇസ്രായേൽ അവരോട് ഉപദേശിച്ചു. മാത്രമല്ല, ഇന്നലെ ന്യൂസ് വീക്കിൽ ഒരു ലേഖനം പുറത്തുവിട്ടു. താമസിയാതെ ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും റഷ്യ നൽകുന്ന P-800 ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊരു സുപ്രധാന വാർത്തയാണ്. കാരണം ഇപ്പോഴേയും ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും സോവിയറ്റ് യൂണിയന്റെ പഴയ ആയുധങ്ങളാണുള്ളത്.
എന്നാൽ അവർക്ക് അത്യാധുനിക ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഇറാന്റെ ആയുധങ്ങൾ അടുത്തിടെ അവർ നൽകിയിട്ടുണ്ട്. എന്നാൽ റഷ്യ സൃഷ്ടിച്ച അത്യാധുനിക ആയുധങ്ങൾ അവരുടെ പക്കൽ ഇല്ല. ഇനി ആ ആയുധങ്ങൾ ഹൂത്തി ഹിസ്ബുള്ളയുടെ പക്കൽ ഉണ്ടെങ്കിൽ അവർക്ക് യുദ്ധത്തിൽ തീർച്ചയായും വിജയിക്കാൻ സാധിക്കും. അമേരിക്കയുടെ ആയുധങ്ങൾക്ക് ശരിയായ എതിരാളി റഷ്യയുടെ ആയുധങ്ങൾ തന്നെയാണ്. ഒരു വശത്ത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ തകർക്കാൻ ഹൂത്തികൾ റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കും, മറുവശത്ത് ഇസ്രായേൽ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കും. ഇതിനെതിരെയായുള്ള പ്രവൃത്തികൾ ഹിസ്ബുള്ളയും ചെയ്യും. പ്രത്യേകിച്ച് കപ്പൽ വേദ മിസൈലുകൾ ഉപയോഗിക്കും. P-800 വേർഷൻ അല്ലെങ്കിൽ P-800 ഓനിക്സ്. ഇവ ഹെസ്ബുള്ളയ്ക്ക് നൽകിയാൽ ഇസ്രായേലിലെ തുറമുഖങ്ങളെ അവർ ആക്രമിക്കും. തീർച്ചയായും ഹെസ്ബുള്ള ഇസ്രായേൽ തുറമുഖത്തിലെ നിരവധി കപ്പലുകളെ ആക്രമിക്കും. ഈ മിസൈലുകൾക്ക് അവ ചെയ്യാനും സാധിക്കും. അതേസമയം ഇവിടെ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ സിറിയ തുർക്കി തമ്മിലുള്ള പ്രശ്നം വർദ്ധിക്കുന്നുണ്ട്. 5ഓളം പേർ മരിച്ചതായി തുർക്കി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 440ഓളം പേരെ തുർക്കി അറസ്റ്റ് ചെയ്തു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് തുർക്കി പ്രസിഡന്റ് പറഞ്ഞു. സിറിയൻ സായുധരായ തീവ്രവാദികളും തുർക്കി സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി. പ്രത്യേകിച്ചും പടിഞ്ഞാറൻ മേഖലകളിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നം തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്ന് അവർ പ്രഖ്യാപിച്ചാലും വിഷ്വൽസ് കാണുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇതിനകം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് സിറിയയും തുർക്കിയും തമ്മിലുള്ള പ്രശ്നം ഭയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അവർ ഈ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കണം. മറുവശത്ത് ഹെസ്ബുള്ളയ്ക്കുള്ള പിന്തുണ വർദ്ധിക്കുകയാണ്. അവർക്ക് ആയുധം നൽകാൻ ഹൂത്തികൾ തയ്യാറാണ്. അതേസമയം ഇറാനികളും ആയുധം നൽകാൻ തയ്യാറാണ്. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് നിരവധി നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തന്നെ പറയുക. റഷ്യൻ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തുമോ? അങ്ങനെ വന്നാൽ അത് യുദ്ധത്തിന്റെ ഗതി എങ്ങനെ മാറ്റിമറിക്കും? 3 മെർക്കാവ ടാങ്കുകൾ 7 ഔട്ട്പോസ്റ്റുകളും ഒറ്റ ദിവസത്തിൽ നശിപ്പിച്ചു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.